ജയരാജന് തിരികെ എത്താം. ശ്രീ ജയരാജൻ, ഏതൊരു ഭരണകൂടത്തിന്റെയും പദ്ധതികളുടെ പ്രഖ്യാപനം, അതിന്റെ നടത്തിപ്പ്, ഇതെല്ലാം അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ട് കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അത് ഏത് മുന്നണിയാണെങ്കിലും, ഇടതുമുന്നണിയാണെങ്കിലും UDF ആണെങ്കിലും. യഥാർത്ഥത്തിൽ ഈ പദ്ധതികൾ കൊണ്ട് ബ്യൂറോക്രസിയെ ഊർജ്ജസ്വലമാക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? രണ്ടാമത്തെ സംഗതി, ഇത്തരത്തിൽ ബ്യൂറോക്രസിയെ ഊർജ്ജസ്വലമാക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഇറങ്ങുന്നത് പോസിറ്റീവായി തന്നെ കാണേണ്ടതല്ലേ? മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പരിപാടി നടത്തിയതുകൊണ്ട് ബ്യൂറോക്രസി വളരെ ജാഗ്രതയായി പ്രവർത്തിക്കുകയല്ല ചെയ്തത്. യഥാർത്ഥത്തിൽ ബ്യൂറോക്രസി ഈ ഹർജികളെല്ലാം നേരത്തെ കിട്ടിയപ്പോൾ മുഖ്യമന്ത്രിയുടെ സമ്പർക്ക പരിപാടിക്ക് വേണ്ടി കാത്തിരുന്നതിൻ്റെ ഫലമായി കാലതാമസം ഉണ്ടാവുകയാണ് ചെയ്തത്. അതുകൊണ്ടോ 2 മാസം മുമ്പ് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ 4 മാസം കഴിഞ്ഞ് കിട്ടുകയാണ്. ഇടയ്ക്ക് ഈ ബഹുജന സമ്പർക്ക പരിപാടി മാറ്റിയപ്പോൾ താലൂക്ക് തഹസിൽദാർ കൊടുക്കാൻ നിശ്ചയിച്ച ആനുകൂല്യങ്ങൾ വീണ്ടും 6 മാസത്തേക്ക് കാലതാമസം ഉണ്ടായി. ഞാനൊരു ഉദാഹരണം പറയാം. നേരത്തെ ശ്രീ വിഷ്ണുനാഥ് പറഞ്ഞു വളരെ വേഗത്തിലാണ് തീർപ്പുണ്ടാക്കുന്നത്. അങ്ങനെയായിരുന്നുവെങ്കിൽ 2011 ജനസമ്പർക്ക പരിപാടിയിൽ അപേക്ഷിച്ച 2.5 ലക്ഷം ഹർജികൾ എന്തേ അവിടെ കെട്ടിക്കിടന്നത്, തീർപ്പുണ്ടാകാതെ പോയത്? 3 വർഷത്തെ കാലതാമസം ഉണ്ടാക്കാനല്ലേ അത് ഉപകരിച്ചത്? 2014 പറക്കാൻ പോവല്ലേ? യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം 5 ലക്ഷം പേരാണ് അപേക്ഷിച്ചതെങ്കിൽ ഈ വർഷം 1.28 ലക്ഷം പേർ മാത്രമാണ് അപേക്ഷിച്ചത്. കഴിഞ്ഞ വർഷം ജനസമ്പർക്ക പരിപാടിയിൽ നൽകിയ അപേക്ഷയേക്കാൾ 4/1 അപേക്ഷ കുറയാൻ കാരണം എന്താ? ബഹുജന സമ്പർക്ക പരിപാടി ജനങ്ങളിൽ തന്നെ താല്പര്യം കുറയുന്നു എന്നുള്ളതല്ലേ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ തവണ 5.5 കോടി രൂപ ചെലവഴിച്ചാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ ഇത്തവണ തിരുവനന്തപുരത്ത് തന്നെ നടന്ന മാമാങ്കത്തിൻ്റെ ചെലവ് കണക്ക് കൂട്ടിയാൽ അതൊരു 15 കോടിയോളമാകും. എന്തിന് ഒരു 5,000 ഉറുപ്പ്യ കൊടുക്കാൻ 50 ലക്ഷം ഉറുപ്പ്യ ചെലവഴിക്കുന്ന പ്രചാരവേല നടത്തുന്നു? ഇതാണ് തനി ദൂർത്തെന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ബഹുജന സമ്പർക്ക പരിപാടിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നയാൾ അതിന്മേൽ തീർപ്പുണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ ചുവപ്പ് നാടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിൽ ഇന്ന് തൻ്റെ പരാതിയിന്മേൽ ഉദ്യോഗസ്ഥൻ തീരുമാനമെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിക്ക് ഹർജി കൊടുത്തതോടുകൂടി ആ തീരുമാനം പിന്നെയും 6 മാസം വൈകുകയാണ് അനുഭവമാണ്. 1692 പേർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം എത്തിക്കാൻ ഇപ്പോൾ ഈ 15.5 മണിക്കൂർ നീണ്ടുനിന്ന ജനസമ്പർക്ക പരിപാടിയിലൂടെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട്. APL BPL കാർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് പരിഹരിക്കപ്പെട്ട മറ്റൊരു കാര്യം. ഭൂരഹിതരില്ലാത്തവർക്ക് 13 പേർക്ക് ഭൂമി എത്തിക്കുന്ന സംവിധാനം, അത് ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയും അതിൻ്റെ സംവിധാനങ്ങളും നിലനിൽക്കെ ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടിയിലൂടെ നടത്തിയെടുക്കുന്നു. ഇങ്ങനെ പദ്ധതികളും സംവിധാനങ്ങളും എല്ലാം ഉള്ളപ്പോൾ ശരിയായ രീതിയിൽ ബ്യൂറോക്രസി ഉപയോഗിച്ച് തന്നെ നടപ്പാക്കപ്പെടേണ്ട, അല്ലെങ്കിൽ ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങളെ ആ സംവിധാനത്തെ നവീകരിച്ചുകൊണ്ട് മാറ്റിയെടുക്കേണ്ടതിന് പകരം ഇതുപോലെ പൊതുവേദിയിൽ ജനങ്ങളെ കൂട്ടി നിർത്തി പരിഹരിക്കപ്പെടുന്നതാണ് ഇവിടെ വിമർശിക്കപ്പെടുന്നത്. ഒപ്പം MV ജയരാജൻ ഉന്നയിച്ച ആക്ഷേപങ്ങളും. ഒന്ന്, ഈ ചർച്ചയ്ക്കുള്ളിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു തെറ്റിദ്ധാരണ പൊളിഞ്ഞത് നിങ്ങൾ തന്നെ ജനങ്ങളുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തി കൊടുത്തതിന് നന്ദി. കാരണം UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി നേതാവിനെ തന്നെ നിങ്ങൾക്ക് ഫോണിൽ കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് UDFന്റെ തന്നെ പരിപാടിയാണ്. ഈ ചർച്ചയിൽ താങ്കൾക്ക് അനുകൂലമായ ഒരു നിലപാട് എടുത്തപ്പോഴെങ്കിലും ജോണി നെല്ലൂർ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി നേതാവാണെന്ന് താങ്കൾ പറഞ്ഞല്ലോ. പ്രശ്നം അതുമല്ല, ജോണി നെല്ലൂരിൽ നിന്ന് പരസ്യമായി ഇതുപോലൊരു ചർച്ചയിൽ നിങ്ങൾക്കെതിരായ ഒരു വിമർശം ഉന്നയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തേടിയെന്ന് മാത്രം. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറയട്ടെ, UDFന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ജോണി നെല്ലൂർ. അതിനിപ്പോ ഗോപി അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിച്ച് വെറുതെ സമയം കളയാൻ നോക്കണ്ട. ഞാൻ പറയട്ടെ, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇത് UDFന്റെ പ്രോഗ്രാമാണ്. ക്യാബിനറ്റിൽ കുറച്ചുകൂടെ അദ്ദേഹം എന്നെക്കാൾ ക്ലിയർ ആയിട്ട് അദ്ദേഹം പറഞ്ഞു, ക്യാബിനറ്റിൽ വെച്ച് ഡേറ്റുകളും പ്രോഗ്രാമുകളും എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇത് പോകുന്നത്. പിന്നെ ശ്രീ KM മാണിയിൽ വന്നില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരിൽ ഘടകകക്ഷി മന്ത്രിമാരാരെങ്കിലും ഈ പരിപാടിയിൽ വരാതെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ
അവരുടെ പേര് ദയവേത് ഈ ചർച്ച കഴിയുന്നതിന് മുമ്പ് ഒന്ന് പറയണം. കഴിഞ്ഞ തവണത്തെ പരിപാടിയിൽ ശ്രീ മാണി സാറോ മറ്റ് ഘടകകക്ഷി മന്ത്രിമാരോ പങ്കെടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ചർച്ച കഴിയുന്നതിനിടയിൽ ആ പേര് ഒന്ന് പറയണം. പിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയി ശ്രമിച്ചതിന്റെ ഒരു ഉദാഹരണം ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സമരപന്തലിൽ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഗോപി ആവർത്തിക്കുകയാണ്. അതായത് മാണി സാർ ഓഫീസിലിരുന്ന് 200 കോടി കൊടുത്തു. ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രിയാണ് കെ എം മാണി സാർ. അദ്ദേഹം കൊടുത്തു, ശരിയാണ്. കാരുണ്യയിൽ കൂടി മുഖ്യമന്ത്രി 14 ജില്ലയിൽ കൂടി 26 കോടിയെ കൊടുത്തുള്ളൂ. രണ്ടല്ലേ ഗോപി? കാരണം ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസമാണ്. മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി ദുരിതാശ്വാസ വിതരണം മാത്രമാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ 3 ലക്ഷം പരാതികൾ കിട്ടിയത് ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളാണ്. ആ പരാതികളിന്മേൽ പരിഹാരമുണ്ടാക്കുന്നതാണ് ജനസമ്പർക്ക പരിപാടി. അതിലൊരു പാർട്ട് മാത്രമാണ് ദുരിതാശ്വാസം. ജനസമ്പർക്ക പരിപാടി എന്ന് പേരിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി അട്ടപ്പാടി സന്ദർശിച്ചിരുന്നു കഴിഞ്ഞ ജൂൺ മാസത്തിൽ. അവിടെയുള്ള ഒരു ആദിവാസിയുടെയും APL കാർഡ് BPL കാർഡാക്കി മാറ്റിയിട്ടില്ല ഇതുവരെ. പ്ലാച്ചിമടയിൽ കൊക്കോകോള കമ്പനി ദുരിതം വിതച്ച പ്ലാച്ചിമടയിൽ മുഖ്യമന്ത്രി ഇനിയും സന്ദർശനം നടത്തിയിട്ടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീടുകളിൽ മുഖ്യമന്ത്രി ഇനിയും കയറിയിട്ടില്ല. ഇത്തരത്തിൽ അതത് പ്രദേശങ്ങളിലെ ജനങ്ങൾ പ്രാദേശികമായി അനുഭവിക്കുന്ന വികസനത്തിന്റെ തിരിച്ചടികളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവർ തദ്ദേശീയമായി ഓൺ ഗ്രൗണ്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറാവാതെ ദുരിതാശ്വാസത്തിനു വേണ്ടിയുള്ള ഫണ്ട് വിതരണം ചെയ്യുകയാണ് ജനസമ്പർക്ക പരിപാടിയിലൂടെ നടത്തുന്നത് എന്നാണ് ഈ ചർച്ചയ്ക്ക് തൊട്ടു മുമ്പ് ഞങ്ങൾ പ്രക്ഷേപണം ചെയ്ത വാർത്തയിൽ ചൂണ്ടിക്കാട്ടുന്നത്. അവിടെയാണ് നിങ്ങളുടെ മാധ്യമം വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ക്രെഡിബിലിറ്റി കളയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ പരിശോധിക്കൂ, അവിടെ ദുരിതാശ്വാസ വിതരണം മാത്രമാണോ അതോ അവിടെ വളരെ നേരത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭിച്ച എനിക്ക് നിങ്ങൾ ഒരു ദിവസത്തെ സമയം തന്നാൽ നാളെ മാധ്യമത്തിന്റെ മീഡിയ വണ്ണിന്റെ ഓഫീസിൽ വന്ന് അവിടെ പരിഹരിച്ച മറ്റ് വിഷയങ്ങളിലുള്ള തീരുമാനങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് കൈമാറാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എൻഡോസൾഫാൻ ഇരകളുടെ വീടുകളിൽ മുഖ്യമന്ത്രി പോയിട്ടില്ല എന്ന് എങ്ങനെയാണ് ഒരു മാധ്യമത്തിലിരുന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക? എത്ര വീടുകളിൽ അദ്ദേഹം പോയിട്ടുണ്ട്? എത്ര വീടുകളിൽ? നിങ്ങൾ അന്വേഷിക്കൂ. എന്താ ഇങ്ങനെ പറയുന്നത്? ശരിയല്ല ഇത്. ആ പ്രശ്നങ്ങൾ ഇനിയും ബാക്കി നിൽക്കുന്നു. പി.സി. വിശ്വനാഥ്, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പാക്കേജ് നടപ്പിലാക്കി അവർക്ക് ആനുകൂല്യം കൊടുത്തത് ഈ ഗവൺമെന്റ് ആണ്. നിങ്ങൾ ഗവൺമെന്റും ഈ ഗവൺമെന്റും എൻഡോസൾഫാൻ ബാധിതർക്ക് ചെയ്ത കാര്യങ്ങൾ ആ വിഷയത്തിൽ ഞാൻ ഫാക്റ്റുമായി വന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ്. നിങ്ങൾ മുഖ്യമന്ത്രിയെ വിമർശിക്കാനും ഈ പരിപാടിയെ വിമർശിക്കാനും വേണ്ടി സമയം മെനക്കെടുത്തി ഈ മാധ്യമത്തിന്റെ ക്രെഡിബിലിറ്റി കളയരുത്. റൈറ്റ്. ശ്രീ വിജയൻ ഉണ്ണി, താങ്കൾ ഉന്നയിച്ചൊരു ആക്ഷേപം, മറ്റു വകുപ്പുകൾ ഉണ്ടായിരിക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ സ്വയം എത്തി ജനസമ്പർക്ക പരിപാടി നടത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് മറ്റു വകുപ്പുകളുടെ മേലുള്ള മുഖ്യമന്ത്രി നടത്തുന്നൊരു കടന്നുകയറ്റം കൂടിയാണെന്നാണ്. സ്വാഭാവികമായും മറ്റു വകുപ്പുകൾക്ക് മേൽ മുഖ്യമന്ത്രിക്കൊരു അധികാരം ഉള്ളതല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനെ ആ തരത്തിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയുമോ? ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് മുഖ്യമന്ത്രിയുടെ ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചതായിരുന്നു. ആദ്യത്തെ റൗണ്ട് ജനസമ്പർക്ക പരിപാടിയിൽ ഇത് കുറേ കൂടി പ്രകടമായിരുന്നു. പല വകുപ്പുകളുടെയും പല വിഷയങ്ങളിലും ഉള്ള തീരുമാനങ്ങളെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് വളരെ പ്രകടമായിട്ട് കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ അറിവുള്ളവർ ഇതിനെ വളരെയധികം വിമർശിച്ചു വന്ന് ആ വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിന്നീടുള്ള ചുവടുകൾ മുന്നോട്ട് നീക്കിയത്. അതുകൊണ്ടാണ് ഇത് ഇത്തവണ ക്യാബിനറ്റിൽ തന്നെ ചർച്ച ചെയ്തത്. ആദ്യത്തെ തവണ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യുകയോ മറ്റു മന്ത്രിമാരെ അതിൽ ഇടപെടിക്കുകയോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ വീക്ക്നെസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയും അത്തരം ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ടുമാണ് ഇത്തവണ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ മറ്റ് മന്ത്രിമാരുടെ വകുപ്പുകളിലുള്ള ഇടപെടലുകൾ അങ്ങനെ ഇല്ല. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ കാര്യം വിമർശനം മനസ്സിലാക്കിയിട്ടുണ്ട്, അത് കണക്കിലെടുത്തിട്ടുണ്ട്, അത് പരിഹരിക്കാനുള്ള നടപടിയും എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുറേയൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത് തന്നെ ഈ കാര്യത്തിൽ വരുന്ന വിമർശനങ്ങളെ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ ജയരാജൻ, പി.സി. വിശ്വനാഥ് ഇവിടെ ചൂണ്ടിക്കാട്ടിയത് ദുരിതാശ്വാസ ഫണ്ടിന്റെ വിതരണം മാത്രമല്ല, ജനങ്ങൾ നേർക്കുനേരെ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും മുഖ്യമന്ത്രി ജനസമ്പർക്ക പരിപാടിയിലൂടെ അഡ്രസ് ചെയ്യുന്നുണ്ട്, അവരുടെ പരാതികൾ ഏറ്റുവാങ്ങുന്നുണ്ട്, ആ പരാതികൾ പരിഹരിക്കുന്നുണ്ട് എന്നാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? ശ്രീ വിഷ്ണുനാഥ് പറഞ്ഞതെല്ലാം പച്ചക്കള്ളാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരെ ഈ സർക്കാർ സഹായിക്കുകയല്ല ചെയ്തത്.
ദ്രോഹിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നിയമസഭയുടെ മുമ്പിലേക്ക് കാസർഗോഡ് നിന്നും എൻഡോസൾഫാൻ ദുരിതബാധിതർ പോയി സമരം ചെയ്യേണ്ടി വന്നത്. അപമാനമാണ്. അവർ വീണ്ടും ട്രിബ്യൂണലിൽ വിടുക ചെയ്ത് വെറുതെ പച്ചക്കള്ളം പറഞ്ഞിട്ട് ഈ നാട്ടിലെ പ്രേക്ഷകരെ ജനങ്ങളെ വഞ്ചിക്കാൻ പാടില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരെ സഹായിച്ചത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്, പ്രത്യേക പാക്കേജ് കൊണ്ടുവന്നിട്ട്. ഇനി ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ ഒരുപാട് ഉത്തരവുകൾ 2011 ബഹുജന സമ്പർക്ക പരിപാടിയുടെ ഭാഗമായി പുറപ്പെടുവിച്ചു എന്ന്. ആൺമക്കളുള്ള മാതാപിതാക്കൾക്കും വിധവാ പെൻഷൻ കൊടുക്കണം. ഈ ഉത്തരവ് ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്, ശ്രീമതി ടീച്ചർ കൊണ്ടുവന്നതാണ്. ഇതേ രീതിയിലായിരുന്നു ശ്രീമതി ടീച്ചർ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുള്ള താലോലം പദ്ധതി, കുട്ടികൾക്ക് ചികിത്സ സൗജന്യമായി നൽകുന്ന പദ്ധതി. അത് പേര് മാറ്റി ആരോഗ്യ കിരണം എന്നാക്കി. പേര് മാറ്റിയാൽ ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതി പുതിയ ഉത്തരവിൻ്റെ പേരിൽ സംഗതി മാറുമോ? അതാണ് ഇവിടെ 44 ഉത്തരവിറക്കിയതിലൊന്ന്. മറ്റൊന്ന്, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വസ്തു കൈമാറ്റത്തിന് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഇളവ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരവിറക്കി. ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് അല്ലേ ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ഫീസ് ഏർപ്പെടുത്തിയത്? ലോണ് തിരിച്ചടച്ചാൽ അതിനും രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയത് ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള ഉത്തരവല്ലേ? എത്രയെത്ര ജനദ്രോഹ ഉത്തരവുകൾ ഈ ഗവൺമെൻറ് ഇറക്കി. 7 ലക്ഷം പേർക്ക് കാർഡ് കൊടുത്തു എന്ന് പറയുന്നു. റേഷൻ കടയിൽ പോയാൽ റേഷൻ ഉണ്ടാ, സബ്സിഡി പണം കൊടുക്കുന്നുണ്ടാ. എന്താ ഇപ്പോൾ ഇവർ ചെയ്യുന്നത്? ഗ്യാസ് ഈ മാസം മുതൽ ആധാർ കാർഡ് ഇല്ലെങ്കിൽ ഗ്യാസ് ഉണ്ട് 1061 ഉറുപ്പിക കൊടുക്കണ്ടേ? പാർലമെൻറ്റിൽ മന്ത്രി പറഞ്ഞത് എന്താ? ആധാർ കാർഡ് നിർബന്ധമാക്കില്ല, സുപ്രീം കോടതി പറഞ്ഞു. എന്നിട്ട് ഇവർ ജനങ്ങളെ വഞ്ചിക്കുന്ന വിധത്തിൽ ആധാർ കാർഡ് നിർബന്ധമാക്കിയിട്ട് സബ്സിഡി ആളുകൾക്ക് വെട്ടിക്കുറക്കുന്ന നടപടി സ്വീകരിക്കില്ല. എത്രയെത്ര ജനദ്രോഹം! ഇത് പരിഹരിക്കാതെ കുറേ ആളെ കയ്യിൽ നിന്ന് ഒറ്റയാനായി മുഖ്യമന്ത്രി പോയി കുറേ ഹർജിയും വാങ്ങി. ഇതെന്തോ ബഹുജന സമ്പർക്കം, ഇതാണ് ഈ നാട്ടിലെ വികസനം. എന്ത് വികസനം? ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടത് പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടാനുള്ള അവസരം. അട്ടപ്പാടിയിൽ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമല്ലേ 100 കണക്കിന് കുട്ടികൾ പട്ടിണി കൊണ്ട് മരിച്ചു വീണത്? ആ അട്ടപ്പാടിയിൽ ഈ മുഖ്യമന്ത്രി സന്ദർശിച്ചതിന് ശേഷവും കുട്ടി മരിച്ചു വീണില്ലേ? എന്നിട്ട് ഒരു MLA ആയ PC വിഷ്ണുനാഥ് ഇങ്ങനെ പറയുന്നത് ദുഃഖകരമാണ്. ഞാൻ ഇങ്ങനെ പറയണമെന്ന് കരുതുന്നില്ല. ഈ ചർച്ച ഒരുപാട് നമ്മൾ നീണ്ടുപോയി, എങ്കിലും താങ്കൾക്ക് മറുപടി പറയാം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ദയവായി. ഗോപി, ഒരു വാക്ക്. ഞാൻ കളവ് പറഞ്ഞു എന്ന് ശ്രീ ജയരാജൻ പറഞ്ഞു. ഈ ശ്രീമതി ടീച്ചറിന്റെ കാലത്താണ് ഈ വാർദ്ധക്യകാലത്തിന്റെ പെൻഷന്റെ ഉത്തരവ് ഇറങ്ങിയത് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു. 7036/C12 സാമൂഹ്യക്ഷേമ വകുപ്പ് ഉത്തരവിറങ്ങിയ തീയതി 28/6/2012. ഉത്തരവിറക്കിയിരിക്കുന്നത് ഡോക്ടർ KM എബ്രഹാം, പ്രിൻസിപ്പൽ സെക്രട്ടറി. ഈ 28/6/2012 PK ശ്രീമതി കേരളത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ് എന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ അദ്ദേഹം പറയുന്ന പണി ചെയ്യാം. റൈറ്റ്, വളരെയധികം ശ്രീ PC വിഷ്ണുനാഥ്, MV ജയരാജൻ. അദ്ദേഹം ശ്രീ ജയരാജൻ പെട്ടെന്ന് ആൺമക്കളുള്ള മാതാപിതാക്കൾക്ക് വിധവാ പെൻഷൻ ശ്രീമതി ടീച്ചർ 2007 ഉത്തരവിറക്കിയിട്ട് കൊടുത്തതാ. നിങ്ങൾ പറഞ്ഞത് വാർദ്ധക്യകാല പെൻഷനല്ല, വിധവാ പെൻഷനാ. ഇതാ നിങ്ങളുടെ പത്രം, ആ വീക്ഷണ പത്രമാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. ആൺമക്കളുള്ള മാതാപിതാക്കൾക്ക് വിധവാ പെൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നൽകിയ ഉത്തരവ്, ആ ഉത്തരവാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. നിങ്ങളുടെ വാർദ്ധക്യകാല പെൻഷനല്ല. ഞാൻ പറയുന്നു, ഉറപ്പിച്ച് പറയുന്നു, MLA ആണെങ്കിൽ ആർജവം ഉണ്ടെങ്കിൽ 2007 ശ്രീമതി ടീച്ചറുടെ കാലത്ത് ഇറക്കിയ ഉത്തരവ്, വിധവകൾ ആൺമക്കൾ ഉണ്ടെങ്കിൽ പെൻഷൻ അർഹതയില്ല. അത് വിവാഹിതരായാലും അവിവാഹിതരായാലും ആ വിധവകൾക്ക് പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് അന്നിറക്കിയതാ. എന്തിനീ പച്ചക്കള്ളം നിങ്ങളുടെ മാധ്യമം എന്ന് പറയുന്ന വീക്ഷണത്തിൽ? രണ്ട് ഭാഗത്തു നിന്നുള്ള നേതാക്കളും ദയവായി ക്ഷമിക്കണം. ഈ വാദപ്രതിവാദത്തിന് കൂടുതൽ വിപുലമായ ഒരു വേദി വേണ്ടി വരുമെന്ന് തോന്നുന്നു. വളരെയധികം നന്ദി PC വിഷ്ണുനാഥ്, MV ജയരാജൻ, വിജയനുണ്ണി ഈ ചർച്ചയെ സമ്പന്നമാക്കിയതിന്.